നമസ്കാരം. രാഹുൽ ഗാന്ധിക്ക് അതിശക്തമായ പിന്തുണയുമായി തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ എം.കെ. സ്റ്റാലിൻ. അദ്ദേഹം ഒരുപക്ഷെ ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും ശക്തമായ പിന്തുണ രാഹുൽ ഗാന്ധിക്ക് കൊടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഡെത്ത് ത്രെറ്റ്, രാഹുൽ ഗാന്ധിയുടെ നാക്ക് വെട്ടും തുടങ്ങിയ പ്രസ്താവനകൾ ഇന്ന് ഒരു പ്രമുഖ BJP MP, രാജ്യസഭാ MP അനിൽ ബോണ്ടെ രാഹുൽ ഗാന്ധിയുടെ നാക്ക് കത്തിച്ച് കളയണം തുടങ്ങിയ പരാമർശങ്ങൾ പറഞ്ഞിരുന്നു. ഇതിനെതിരെ പോലീസിൽ കേസുണ്ട്. രാഹുൽ ഗാന്ധിക്ക് സെക്യൂരിറ്റി വർദ്ധിപ്പിക്കണം എന്ന ആവശ്യമുണ്ട്. അതോടൊപ്പം സ്റ്റാലിന്റെ ശക്തമായ പിന്തുണ ശ്രീ രാഹുൽ ഗാന്ധിക്ക്. അദ്ദേഹം പറയുന്നത് അത് വളരെ രസകരമായ ഒരു വാക്കും കൂടിയുണ്ട്. മൈ ബ്രദർ Rahul Gandhi's charisma and growing public support have clearly unsettled many, leading to such vile acts of intimidation. അതായത് എൻ്റെ സഹോദരൻ രാഹുൽ ഗാന്ധിയുടെ കരിസ്മ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. എനിക്കതിൽ ഏറ്റവും കൗതുകം തോന്നിയത് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയോട് ഒരിക്കലും ചേർത്ത് വായിക്കാത്ത ഒരു വാക്കായിരുന്നു ഈ കരിസ്മ എന്ന് പറയുന്ന ഒരു വാക്ക്. നരേന്ദ്രമോദിയോട് ചേർത്ത് പറയാറുണ്ട്, നമ്മുടെ പല നേതാക്കളോടും ചേർത്ത് പറയാറുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഈ കരിസ്മ കഴിഞ്ഞൊരു 2-3 മാസമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പബ്ലിക് പെർസെപ്ഷൻ ചേഞ്ച് ചെയ്യുന്നു എന്ന കാര്യം എല്ലാവരും സമ്മതിക്കുന്നതാണ്. ശ്രീമതി സ്മൃതി ഇറാനി അടക്കം അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കരിസ്മയെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഗ്രോയിങ് പബ്ലിക് സപ്പോർട്ട് നാഷണലി ആൻഡ് ഇന്റർനാഷണലി, അതാണ് ശ്രീ എം.കെ. സ്റ്റാലിൻ അല്ലെങ്കിൽ തിരു എം.കെ. സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തമിഴ്നാട് മുഖ്യമന്ത്രി ഔദ്യോഗികമായി തന്നെ കേന്ദ്ര സർക്കാരിനോട് ഒരു നിർദ്ദേശവും അഭ്യർത്ഥനയും മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ പ്രൊട്ടക്ഷൻ, അതായത് ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന രീതിയിലും ഇത്തരം ഇന്റിമിഡേഷൻ, വയലൻസ് തുടങ്ങിയ കാര്യങ്ങൾക്ക് ജനാധിപത്യത്തിൽ ഒരു സ്ഥാനവുമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ അതിശക്തമായി പിന്തുണയ്ക്കാൻ തിരു സ്റ്റാലിൻ അല്ലെങ്കിൽ ശ്രീ സ്റ്റാലിൻ മുമ്പോട്ട് വന്നിരിക്കുകയാണ്. തമിഴ്നാട് എന്നും പ്രത്യേകിച്ച് BJP ഉയർത്തുന്ന ഹിന്ദുത്വ എന്ന് പറയുന്ന രാഷ്ട്രീയത്തോട് എതിര് നിൽക്കുകയും തമിഴ്നാടിന് അതിൻ്റെതായ ഒരു സംസ്കാരവും ഭൂമികയും എല്ലാം ഉണ്ട്. അപ്പൊ തമിഴ്നാട് അതിശക്തമായി ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനങ്ങളോട് വേർപെട്ട് നിൽക്കുകയും പെരിയോർ രാമസ്വാമി നായ്ക്കറുടെ നാടാണ്, സുബ്രഹ്മണ്യ ഭാരതിയുടെ നാടാണ് എന്നൊക്കെ പറയുകയുണ്ടായി. അവിടെയാണ് ശ്രീ സ്റ്റാലിൻ അതിശക്തമായി രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചത്. രാഹുൽ ഗാന്ധിക്ക് തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ കിട്ടിയ ഗംഭീരമായ സ്വീകരണവും തുടങ്ങിയ കാര്യങ്ങൾ, ഡൗൺ സൗത്ത് കിട്ടുന്ന സ്വീകരണം നോക്കണം. അതോടൊപ്പം ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലും പല ഭാഗങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് വരികയും പ്രത്യേകിച്ച് US പര്യടനം കൊണ്ട് അദ്ദേഹത്തിന് ഒരു ഉന്നതമായ റീച്ച് ഇന്ത്യയിലും ലോകത്താകമാനവും ലഭിക്കുന്നത് കണ്ടു. അതുകൊണ്ട് രാഹുൽ ഗാന്ധി അതിശക്തമായി സപ്പോർട്ട് ചെയ്ത് കൂടുതൽ ഇന്ത്യ അലയൻസിലേക്ക് വരുന്നു. അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. വിജയും രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ പാർട്ടിയുടെ ഉദ്ഘാടകനായിട്ടോ അല്ലെങ്കിൽ അതിന്റെ മുഖ്യ ആകർഷണമായിട്ടോ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പം തമിഴ്നാട് പൊളിറ്റിക്സ്, സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് രാഹുൽ ഗാന്ധി വളരെ ഇഫക്റ്റീവ്ലി കൺസോളിഡേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. കേരളത്തിലാകട്ടെ, തമിഴ്നാട്ടിലാകട്ടെ, കർണാടകയിൽ DK ശിവകുമാർ ആകട്ടെ, തെലങ്കാന ആകട്ടെ, ഇനിയും ആന്ധ്ര അടക്കമുള്ള കാര്യങ്ങളിലാണ് രാഹുൽ ഗാന്ധിക്ക് വെല്ലുവിളിയുള്ളത്. അതുകൊണ്ട് സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ രാഹുൽ ഗാന്ധി കൂടുതൽ സ്ട്രോങ് ആയി എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് അനുമാനിക്കാനും അനലൈസ് ചെയ്യാനും കഴിയും. നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക. എല്ലാ കമന്റും ഞാനിത് വായിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും. തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്വാളിറ്റി ഉള്ള കണ്ടന്റ്, കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക്. എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ കമന്റ്സ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദരം, നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം, നെഗറ്റീവ് ക്രിറ്റിസിസം, ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും.